കുട്ടികളെ, നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താലോ? ഹിന്ദി പരീക്ഷയൊക്കെ വരാറായില്ലേ? ഒന്ന് നോക്കാലേ നമുക്ക്. ഗതിവിധി ഏക് കാ ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ. ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായും എഴുതിയിരിക്കണം. दो से 4 तक की गतिविधियों में से किन्हीं 4 के उत्तर लिखे. 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോ നമുക്ക് ഒരു ആക്ടിവിറ്റി വിടാം. മൊത്തം 6 ആക്ടിവിറ്റിയാണ് ഉള്ളത്. അതില് ഒന്നിന്റെ ഉത്തരം നിർബന്ധമായും എഴുതണം. 2 മുതൽ 6 വരെയുള്ളതിലോ ഏതെങ്കിലും 4 എണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതി. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. സലിം का छोटा भाई है इरफान. उसे लड्डू बहुत पसंद है. एक दिन अम्मा खाना बना रही थी. तब इरफान आकर बोला, अम्मा मुझे लड्डू चाहिए. 10 रुपये दो. अम्मा बोली, नहीं, ये तो तेरा रोज का बहाना है. इरफान रोने लगा. ഇതിന്റെ മലയാളം മീനിങ് ഒന്ന് നോക്കാം. സലിമിന്റെ ചെറിയ സഹോദരനാണ് ഇർഫാൻ. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ്? ലഡ്ഡു ആണ്. ഒരു ദിവസം അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ഇർഫാൻ വന്നിട്ട് അമ്മയോട് പറയാണ്, അമ്മ എനിക്ക് ലഡ്ഡു വേണം എന്ന് പറയാണ്. എനിക്ക് 10 രൂപ തായോ, ലഡ്ഡു വേണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറയാണ്, ഇല്ല, ഞാൻ പൈസ തരില്ല. ഇത് നീ ദിവസം പറയുന്ന അടവാണ്, എന്തോ ഒഴികഴിവാണ്. അല്ലെങ്കിൽ ഇവൻ വേറെ എന്തിനോ വേണ്ടി പൈസ ചോദിക്കുകയാണ്. പക്ഷെ അമ്മയോട് ലഡ്ഡു വേണം എന്ന് പറഞ്ഞിട്ടാണ് പൈസ ചോദിക്കുന്നത് അല്ലേ? അപ്പൊ അമ്മ തരില്ല എന്ന് പറഞ്ഞപ്പോ ഇർഫാൻ എന്താണ്, കരയാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇർഫാൻ കോ ക്യാ പസന്ദ് ഹൈ. ഇർഫാൻ എന്താണ് ഇഷ്ടം? 4 ഓപ്ഷൻസ് ഉണ്ട്. ലഡ്ഡു, കേല, ആം, ജലേബി. ഏതാണ് ആൻസർ വരിക? ലഡ്ഡു. രണ്ടാമത്തേത് നോക്കാം. ഏ തുമാരാ റോസ് കാ ബഹാന ഹെ കിസ്നെ കഹാ. ഇത് ദിവസമുള്ള നിന്റെ ഒഴികഴിവ് അല്ലെങ്കിൽ അടവല്ലേ എന്ന് ആരാണ് പറഞ്ഞത്? ഓപ്ഷൻസ് ഉണ്ട്. ഇർഫാനെ, അമ്മാനെ, ബായിനെ, പിതാജീനെ. എന്താണ് ഉത്തരം വരിക? അമ്മാനെ. ഇനി മൂന്നാമത്തേത് നോക്കാം. സഹി പ്രസ്താവ് കോൺസാ ഹെ. ശരിയായ പ്രസ്താവന ഏതാണ്? മാനെ ഇർഫാൻ കു ലഡ്ഡു ദിയ. അമ്മ ഇർഫാന് ലഡ്ഡു കൊടുത്തു. മാനെ ഇർഫാൻ കു പൈസേ ദിയ. അമ്മ ഇർഫാന് പൈസ കൊടുത്തു. മാനെ ഇർഫാൻ കു പൈസേ നഹി ദിയേ. അമ്മ ഇർഫാന് പൈസ കൊടുത്തില്ല. മാനെ ഇർഫാൻ കു ജലേബി ദി. അമ്മ ഇർഫാന് ജലേബി കൊടുത്തു. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായത്? മാനെ ഇർഫാൻ കോ പൈസേ നഹി ദിയേ. അമ്മ ഇർഫാന് പൈസ കൊടുത്തില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇർഫാനെ മാസെ കിത്തനെ രൂപയെ മാംഗേ തേ. ഇർഫാൻ അമ്മയോട് എത്ര രൂപയാണ് ചോദിച്ചത്? 20, 10, 2, 5. എത്രയാണ്? 10. ഇർഫാൻ കെ ഭായ് കാ നാം ക്യാ ഹെ. ഇർഫാന്റെ സഹോദരന്റെ പേരെന്താണ്? നമ്മളുടെ ആദ്യത്തെ സെന്റൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സലിം കാ ചോട്ടാ ഭായ് ഹെ ഇർഫാൻ. അപ്പൊ ഇതില് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. രമേശ്, യൂസഫ്, ജോസഫ്, സലിം. എന്താണ് സഹോദരന്റെ പേര് വരിക? സലിം. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഖണ്ഡ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ദോ സന്തരെ ദേ. നമുക്കറിയാം നമ്മളുടെ ദോ സന്തരെ എന്നുള്ള ഒരു പാഠഭാഗമുണ്ട്. അപ്പൊ അതിലെയാണ് അല്ലെ. ദോ സന്തരെ ദേ. എന്താണ്? 2 ഓറഞ്ച് ഉണ്ടായിരുന്നു. എക് ദിൻ വേ ഘൂംനെ നിക്കലെ. ഇപ്പോ 2 പേരും കൂടെ ഒരു ദിവസം കറങ്ങാൻ പോയതാണ് അല്ലെ. നമുക്കറിയാം അവരെങ്ങനെയാണ് കറങ്ങാൻ പോയത്? ദോനോം ഹസ്തേ ലുഡക്തേ ഫുദക്തേ ചലേ ജാ രഹേ തേ. എങ്ങനെയാണ്? ചിരിച്ച്, ഉരുണ്ട്, ചാടി, മറിഞ്ഞൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് അല്ലെ. അചാനക് എക് ബാലു സാമനെ ആ ഗയാ. പെട്ടെന്ന് ആരാണ് മുന്നിലോട്ട് വന്നത്? കരടി. ബാലു എന്ന് പറഞ്ഞാൽ എന്താണ്? കരടി.
അപ്പോ അചാനക് एक भालू सामने आ गया. ക്വസ്റ്റ്യൻസ് നോക്കാം. ഉൻകെ സാമനെ കോൺ ആയ? ആരാണ് മുന്നിൽ വന്നത്? ബാലു. ഇനി രണ്ടാമത്തേത് നോക്കൂ. വാർത്താലാപ് കോ ആഗെ ബഢായേ. കുറച്ച് സന്ദര ഏക് സന്ദര ദോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. സന്ദര വൺ എന്താണ് പറഞ്ഞത്? ബാലു കെ ഹാത്തോം സേ ഹം ബച്ച് ഗയേ. ബാലു കെ ഹാത്തോം സേ, ബാലുവിന്റെ കൈകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ സന്ദര ദോ പറഞ്ഞത് നമ്മൾ എഴുതണം. പിന്നീട് സന്ദര ഏക് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട് അല്ലേ. മേരാ രസ് ഉസ്കി ആങ്കോ മേ ചലാ ഗയ. എന്റെ നീര് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ബാലുവിന്റെ കണ്ണുകളിൽ പോയി. അതാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കി എഴുതണം അല്ലേ. നമുക്കൊന്ന് ആ കോൺവെർസേഷൻ നോക്കിയാലോ. സന്ദര ഏക് ബാലു കി ഹാത്തോം സേ ഹം ബച്ച് ഗയേ. ബാലുവിന്റെ കൈകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ സന്ദര ദോ എന്താണ് പറയുന്നത്? ഹാ ഹാ ബച്ച് ഗയേ. ഹാ രക്ഷപ്പെട്ടു. സന്ദര ഏക് മേരാ രസ് ഉസ്കി ആങ്കോ മേ ചലാ ഗയാ. എന്റെ നീര് ബാലുവിന്റെ കണ്ണുകളിൽ തെറിച്ചിട്ടുണ്ട്. സന്ദര ഹാ മേനെ ദേക്ക. ഞാൻ കണ്ടു. സന്ദര ഏക് തബ് ഉസ്നെ മുझे ഫേങ്കാ. അങ്ങനെ ആ നീര് കണ്ണിൽ തെറിച്ചതും ബാലു എന്ത് ചെയ്തു? എന്നെ എറിഞ്ഞു. സന്ദര ദോ ബഡാ മസാദ. നല്ല രസമായിരുന്നു. സന്ദര ഏക് വച്ചൽ ഗയാ ഹം ഭി ചലേ. എന്തായാലും അവൻ പോയി, ബാലു പോയി, ഇനി നമുക്ക് പോവാം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. മൂന്നാമത്തെ ആണ്. കവിതാംശ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. കവിതയുടെ ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. മേണ്ടക് ടർട്ടർ താള ലഗാത്തെ, झिंगूर जन जन जांच बचाते, पबीहा पी पी गीत सुनाता, मोर मग्न हो नाच दिखाता. ഈ കവിത നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണ്. അപ്പൊ ഈ കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. കവിത സേ തുക്കാൻ ശബ്ദ് വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. കവിതയിൽ നിന്ന് തുക്കാൻ ശബ്ദം എന്ന് പറഞ്ഞാൽ റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പൊ ആ റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് നോക്കിയാലോ റൈമിംഗ് വേർഡ്സ്. മേണ്ടക് ടർട്ടർ താൾ ലഗാത്തെ, झिंगूर ജന ജന ഝാഞ്ച് ബച്ചാത്തെ. ഈ രണ്ട് വരിയിൽ ഏതൊക്കെയാണ് വരിക? ലഗാത്തെ ബച്ചാത്തെ എന്ന് വരും അല്ലേ. പബിഹ പി പി ഗീത് സുനാത്ത, മോർ മഗ്ന ഹോ നാച്ച് തിക്കാത്ത. ഈ രണ്ട് വരിയിലോ സുനാത്ത തിക്കാത്ത എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സഹി മിലാൻ കരേ. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? താൾ ലഗാത്ത, നാച്ച് തിക്കാത്ത, ജാഞ്ച് ബച്ചാത്ത, ഗീത് സുനാത്ത. അപ്പൊ താൾ ലഗാത്ത എന്ന് പറയുമ്പോൾ നമ്മളുടെ ആദ്യത്തെ വരി തന്നെ എന്താണ്? മേണ്ടക് ടർട്ടർ താൾ ലഗാത്തെ. അപ്പൊ ആൻസർ മേണ്ടക്. രണ്ടാമത്തേത് നാച്ച് ദിക്കാത്ത, മോർ മഗ്ന ഹോ നാച്ച് ദിക്കാത്ത. അപ്പൊ ഇവിടെ എന്താണ് വരിക? മോർ. പിന്നീട് എന്താണ്? ജാഞ്ച് ബജാത്ത. ഇതും നമ്മുടെ झिंगूर ജന ജന ജാഞ്ച് ബജാത്ത. അപ്പൊ നമ്മൾ എന്താണ് ആൻസർ ചെയ്ത? झिंगूर. പിന്നീട് ഗീത് സുനാത്ത. അപ്പൊ ഏതാണ്? പബിഹ പി പി ഗീത് സുനാത്ത. അപ്പൊ ആൻസർ എന്താണ് വരിക? പബിഹ. ഇത്രയുമാണ് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലുള്ളത്. ഗതിവിധി 4. ഖണ്ഡ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാ. മേരെ ഘർ മേ പേട് ഹൈ. എൻ്റെ വീട്ടിൽ ഒരു മരം ഉണ്ട്. പേട് കെ ഹോനെ സെ ഗിൽഹരി അപ്നെ ആപ് ആ ജാത്തി ഹൈ. മരം ഉള്ളത് കൊണ്ട് അണ്ണാനും അതിൽ വരാറുണ്ട്. സ്വയം തന്നെ ആ മരത്തിൽ വന്ന് കയറാറുണ്ട്, മരത്തിൽ വരാറുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേട് കെ ഹോനെ സെ ഗിൽഹരി അപ്നെ ആപ് ആ ജാത്തി ഹൈ. കോൻ ആ ജാത്തി ഹൈ. മരം ഉള്ളത് കൊണ്ട് ഗിൽഹരി സ്വയം വരാറുണ്ട്. ആരാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. തോത്ത, ഗിൽഹരി, ബന്ദർ, ചിടിയ. അപ്പോ ആൻസർ എന്താണ് വരിക? ഗിൽഹരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേട് കെ മഹത്വ പർ സന്ദേശ് വാക്യ ലിഖേ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മരത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഒരു സന്ദേശവാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്ത് എഴുതാം നമുക്ക്?
പേട് നഹി തോ ഹം നഹി, മരമില്ലെങ്കിൽ നമ്മളുമില്ല. അല്ലെങ്കിലോ ഏക് പേട് 10 പുത്രോം കെ സമാൻ ഹെ, ഒരു മരം 10 മക്കൾക്ക് തുല്യമാണ്. പേട് ഏക് വരദാൻ ഹെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 5ാമത്തെ ആക്ടിവിറ്റി നോക്കാം. സൂചന കവിതാംശ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആവോ ബചത് കരേ പാനി കി. പാനി ഉത്തം ധൻ ഹൈ, പാനി സേ ഹി യേ ജഗ് സുന്ദർ, പാനി സേ ജീവൻ ഹൈ. അപ്പോൾ ഇത്രയുമാണ് കൊടുത്തിട്ടുള്ളത്. വരൂ നമുക്ക് വെള്ളത്തെ സംരക്ഷിക്കാം. വെള്ളം നല്ലൊരു ഉത്തം ധൻ ഹൈ. അത് മാത്രമല്ല പാനി സേ ഹി യേ ജഗ് സുന്ദർ, അല്ലെങ്കിൽ വെള്ളം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ലോകം ഇത്രയും അല്ലെങ്കിൽ ഭംഗിയുള്ളത്. പാനി സേ ജീവൻ ഹൈ, പാനി ജീവനാണ്. ജീവന്റെ നിലനിൽപ്പിനെല്ലാം എന്ത് വേണം? വെള്ളം വേണം. അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ജൽ ശബ്ദ കാ സമാനാർത്ഥക് ശബ്ദ കവിത സേ ചുൻകർ ലിഖേ. ഇതിൽ തന്നിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജൽ ശബ്ദ കാ, ജലിന്റെ സമാനാർത്ഥക് ശബ്ദമാണ്. ഏതാണ് വരിക? പാനി അല്ലേ? ഇനി അടുത്തത് നോക്കൂ, പാനി കെ മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരേ. പാനിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് വേണം, നല്ല ഭംഗിയിൽ ആകർഷകമായിട്ട് വേണം പോസ്റ്ററൊക്കെ തയ്യാറാക്കണമെങ്കിൽ. ചിത്രം വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. ബാരിഷ് കി ബൂന്തോം കാ സംരക്ഷൺ ഹമാരാ കർത്തവ്യ ഹൈ. ഓരോ മഴത്തുള്ളിയുടെയും സംരക്ഷണം, അല്ലെങ്കിൽ ഓരോ മഴത്തുള്ളികളെയും സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കർത്തവ്യമാണ്. പാനി അമൂല്യ ഹൈ, വെള്ളം അമൂല്യമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാം. ചിത്രവും ആകർഷകമായ ചിത്രവും സന്ദേശവാക്യമൊക്കെ പോസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി അടുത്തത് ഗതിവിധി 6, ചിത്ര ദേഖേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ചിത്രം നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ചിത്ര ദേഖ് കർ ഉചിത് വാക്യ ചുൻകർ ലിഖേ. അപ്പൊ ആ ചിത്രം നോക്കിയിട്ട് ഓരോ ചിത്രത്തിന്റെയും ഓരോ സെന്റൻസ്, ഇത് നമ്മുടെ പാഠഭാഗത്തുള്ള ചിത്രങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് വരുന്നത് അതാണ് എടുക്കേണ്ടത്. നോക്കൂ, ആദ്യത്തെ ചിത്രത്തിലെ ശരിയായ സെന്റൻസ് ഏതാ വരിക? നമ്മുടെ എന്താണ് 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? മേ നദി മേ നഹാത്തെ വക്ത് വ കിനാരെ ബൈഠത്തി ഹൈ, മേരെ പലംഗ് കെ നീച്ചെ സോത്തി ഹൈ, മേ സ്കൂൾ ജാത്തെ ദേഖർ വ घर के बाहर बैठती है, मेरे घर में एक बिल्ली है. അപ്പൊ ആദ്യത്തെ ചിത്രത്തിന് യോജിച്ചത് എന്താണ്? മേരെ ഘർ മേൻ एक बिल्ली है, എൻ്റെ വീട്ടില് ഒരു പൂച്ചയുണ്ട്. രണ്ടാമത്തെ ചിത്രം നമ്മുടെ പൂച്ച കട്ടിലിന്റെ അടിയിൽ കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ? ഉറങ്ങുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്താണ് ഉചിതമായ സെന്റൻസ്? മേരെ പലംഗ് കെ നീച്ചെ സോത്തി ഹൈ, എൻ്റെ കട്ടിലിനടിയിൽ ഉറങ്ങാറുണ്ട്. ഇനി മൂന്നാമത്തെ ചിത്രത്തിന്റെ ഉചിതമായ സെന്റൻസ് ഏതാണ് നോക്കാം. മേ നദി മേ നഹാത്തെ വക്ത് വഹ കിനാരെ ബൈഠത്തി ഹൈ, എന്താണ് വരിക? ഞാൻ നദിയിൽ കുളിക്കുന്ന സമയത്ത് അത് നദിക്കരയിൽ ഇരിക്കാറുണ്ട്. പിന്നെ നാലാമത്തെ ചിത്രം നോക്കൂ, അതിന് ഉചിതമായ സെന്റൻസ് ഏതാണ്? മേ സ്കൂൾ ജാത്തെ ദേഖർ വ ഘർ കെ ബാഹർ ബൈഠത്തി ഹൈ, ഞാൻ സ്കൂളിൽ പോകുന്നത് നോക്കിയിട്ട് അത് വീടില് വെളിയിൽ വന്ന് ഇരിക്കാറുണ്ട്, പുറത്ത് വന്നിരിക്കാറുണ്ട് അല്ലേ? ചിത്രത്തിൽ നമുക്ക് അതന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഗതിവിധി 6 പറഞ്ഞിട്ടുള്ളത്. ഇത്രയും സമയം 6 ആക്ടിവിറ്റികളാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പൊ എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻസും നല്ലതുപോലെ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക കേട്ടോ.